ഒരു കറി നിങ്ങൾ ഉണ്ടാക്കാൻ ചാൻസേ ഇല്ല. ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ പറയണം, ഇല്ല എങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഗീ റൈസിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കറി. എന്നാൽ വെജിറ്റേറിയൻകാർക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നോൺ വെജ് അല്ല, വെജ് തന്നെയാണ്. എന്താണെന്ന് നോക്കാം, വായോ. ഈ വാഴച്ചുണ്ട് മപ്പാസിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു സവോള, അതുപോലെ തന്നെ ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ഈ 1 സ്പൂൺ പച്ചമല്ലി, 1/4 സ്പൂൺ പെരിഞ്ചീരകം, 1 പട്ട, 1 ഗ്രാമ്പു, 1 ഏലക്ക. ഇത് എന്നിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കുക വേണേ. ഈ വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1-ാം പാല് 2-ാം പാലാണ് കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാവേ. ഇതാ നമ്മുടെ വാഴച്ചുണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് എടുത്ത് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തണുക്കട്ടെ. ഒരു മൺചട്ടി എടുത്ത് അടുത്ത് വെച്ചു കെട്ടക്കഴിച്ചിട്ടേക്കാം. നമ്മുടെ വാഴച്ചുണ്ട് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള ബാക്കി പരിപാടി നോക്കാവേ. ഒരു മൺചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. നമ്മുടെ മസാലയൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മല്ലിയും മഞ്ഞളും പിന്നെ നമ്മുടെ പെരിഞ്ചീരകവും ഗ്രാമ്പൂവും പട്ടയും എല്ലാം കൂടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടട്ടെ. കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഇതാ 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് പച്ചച്ചുവ മാറി വന്നപ്പം ഒരു സവോള കനം കുറച്ച് അരിഞ്ഞതാണ് ആയിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. എരിവിനാവശ്യമുള്ള പച്ചമുളക് ഞാനൊരു 4 പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതാണ്, അതും ഇട്ട് കൊടുക്കും. തക്കാളി ഒന്ന് വാടി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വാഴച്ചുണ്ട് തണുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തലഭാഗം ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഇതാ ഇത്ര ഏതള്, ആ പുറമേ ഉള്ള ആ ഒരു ഏതളങ്ങ് കളഞ്ഞേക്കണേ. ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വാഴച്ചുണ്ടെല്ലാം അതേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയും തക്കാളി ഇത്ര വാടിയാൽ മതിയേ. അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയില്ലേ കണ്ടോ, അത് ഇതിനകത്തോട്ട് ഇടണേ. അതും കൂടി ഒന്ന് നല്ലപോലെ വാടട്ടെ. മസാലയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ വാഴച്ചുണ്ടിനെ എല്ലാം കൂടെ എടുത്ത്, ഓരോ നാട്ടിലും ഓരോ പേരാട്ടോ, ഇവിടെ വാഴച്ചുണ്ടെന്ന് പറയും. അതെടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ഇടണം. ഈ മസാലയെല്ലാം നമ്മുടെ വാഴച്ചുണ്ടയിലൊന്ന് സെറ്റായി വന്നപ്പം 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുവാടെ. ഇതാ തേങ്ങയുടെ 2 പാൽ എടുത്ത് വെച്ചേക്കുന്നത്. 2-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മൂടി വയ്ക്കാവേ. നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കി. ഇത് ശരിക്കും ഇല്ലേ ചോറിൻ്റെ കൂടെ അല്ല കേട്ടോ, അപ്പത്തിൻ്റെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. ഇത് വെജിറ്റേറിയൻകാർക്ക് പറ്റിയ അടിപൊളി ഒരു കറിയാണ്. നോൺ വെജുകാർക്ക് കഴിക്കാം കേട്ടോ. ഇതാ ഒന്ന് ഒരു നുള്ളുപ്പും കൂടെ ചേർക്കാവേ. ഇനിയുണ്ടല്ലോ നമുക്ക് 1-ാം പാലം ഒഴിച്ചേക്കാം. ഇനി അങ്ങനെ തിളച്ച് പോകരുത്, ചൂടായാൽ മതി.
തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം. 1 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നിട്ട് കറിയുടെ ടേസ്റ്റും സത്യം പറഞ്ഞുണ്ടല്ലോ, ഇത് ഉണ്ടാക്കി നോക്കിയപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇതൊന്നും കൂടെ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കിക്കോ ധൈര്യമായിട്ട്. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇത് ചോറിനും പറ്റും, പിന്നെ എന്താ പറയുക, മറ്റുള്ള അപ്പത്തിനും ചപ്പാത്തിക്കും ഗീ റൈസിനും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു കറി. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.